ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കിച്ചണിലേക്ക് അത്യാവശ്യം വേണ്ട ഒരു 7 ആക്സസറീസിനെ കുറിച്ചാണ്. ഞാൻ പൊതുവെ കിച്ചൺ ചെയ്യുന്നിടത്ത് ഇത്ര ആക്സസറീസാണ് പൊതുവെ കൊടുക്കാറുള്ളത്. അഡീഷണൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ചില വീടുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു വീട്ടിൽ 2 പ്ലേറ്റിൻ്റെ ബാസ്ക്കറ്റ്സ്, 2 കട്ട്ലറി, ഇതുപോലുള്ള സാധനങ്ങൾ. സത്യം പറഞ്ഞാൽ പ്ലേറ്റിന്റെ റാക്കിൽ നമുക്ക് പ്ലേറ്റ്സ് അല്ലാതെ വേറൊരു സാധനവും വെക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഒരു വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ ഒരു പ്ലേറ്റിൽ തന്നെ കൊണ്ടുപോകും. അപ്പോൾ രണ്ടാമതൊരു പ്ലേറ്റ് ബാസ്ക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കൊരു ബോട്ടിൽസ് എന്തെങ്കിലും വെക്കണമെന്ന് വിചാരിച്ചാൽ നമുക്ക് അതിൽ വെക്കാൻ പറ്റാത്ത ഒരു പ്രോബ്ലം വരും. അപ്പൊ പിന്നെ ആ ഒരു സ്പേസ് നമുക്ക് ടോട്ടലി വേസ്റ്റ് ആവും. കാരണം ഈ പ്ലേറ്റിന്റെ ഇങ്ങനത്തുള്ള ഇതുള്ളത് കൊണ്ട്. ഇപ്പൊ പിന്നെ അഡീഷണൽ ആയിട്ട് ഫിറ്റ്മെന്റ് എന്ന് പറഞ്ഞുള്ള ഒരു സംഭവം ഉണ്ട്. പ്ലേറ്റ്സിന്റെ വേണമെങ്കിൽ പ്ലെയിൻ ബാസ്ക്കറ്റ് ഫിക്സ് ചെയ്യാന്നുള്ളൊരു സംഭവം. അത് പൊതുവെ എല്ലാവർക്കും അറിയില്ല. എന്നാൽ ഇൻ കേസ് അറിയാവുന്നവരാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കിച്ചണിലേക്ക് വേണ്ട അത്യാവശ്യം വേണ്ട 7 ആക്സസറീസ് ആണ്. ഇത് നമ്മൾ ചെയ്തിരിക്കുന്ന കിച്ചൺ WBCയിലാണ് ഈ കിച്ചൺ ചെയ്തിരിക്കുന്നത്. WBC ലാമിനേറ്റഡ് ഫിനിഷ് ആണ്. അപ്പോൾ ക്ലയന്റിന്റെ റിക്വയർമെന്റ്സ് ആയിരുന്നു WBC തന്നെ വേണമെന്നുള്ളത്. അപ്പോൾ WBCയിലാണ് ചെയ്തിരിക്കുന്നത്. WBC ചെയ്തെന്ന് പറഞ്ഞാലും ഞാൻ കഴിഞ്ഞ ദിവസം ഇതിന്റെ മുകളിൽ കയറി നിന്നാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് സ്ട്രെങ്ത്. അപ്പോൾ WBCയിൽ അടിയില് വുഡ് ഗ്രെയിൻസ് ഗ്ലോസി, മേളിൽ മാറ്റ് ഫിനിഷും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് വന്നിരിക്കുന്ന ആക്സസറീസിന്റെ ഇതാണ് നിങ്ങളിനി കാണിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെയാണ് നമ്മുടെ കുക്കിംഗ് ഏരിയ എന്ന് പറഞ്ഞത്. ഇവിടെ ചിമ്മിനി വരും, ഇവിടെ സ്റ്റൗ വരും. ഇവിടെ ഇപ്പൊ 2 പിടിപ്പിച്ചിട്ടില്ല. അപ്പോ അതിൽ ഫസ്റ്റ് നമ്മൾ പാഴിക്കാൻ പോകുന്നത് ഈ സ്റ്റൗവിന്റെ റൈറ്റ് സൈഡ്, അതായത് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഓയിൽ പുള്ളൗട്ട്സ് ആണ്. അത് 2 ലെയർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് എന്താ പറയാ, ഈ ഓയിൽ ക്യാനൊക്കെ വേറെ ക്യാബിനറ്റ്സിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ ഓയിൽ ഡ്രിപ്പ് ചെയ്ത് വീണ് അവിടെയൊക്കെ വൃത്തികേടായിട്ട് കിടക്കും. അപ്പൊ ഇതുപോലത്തെ ഒരു ഓയിൽ പുള്ളൗട്ട് നല്ലതാണ്. അത് അധികം വിഡ്ത്തിലേക്ക് കൊടുക്കാണ്ട് എന്താ പറയാ, നമ്മുടെ കറക്റ്റ് ഒരു 4 ഇഞ്ച് 6 ഇഞ്ച് അതിൽ കൂടുതൽ കൊടുക്കണ്ട എന്നേ ഞാൻ പറയുള്ളൂ. കാരണം നമ്മൾ ചിലപ്പോൾ പുള്ളിയണ സമയത്ത് ഈ കുപ്പികളും ഇൻസൈഡിലേക്ക് മറിഞ്ഞു വീഴാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ 4 ഇഞ്ചോ 6 ഇഞ്ചൊക്കെ ആണെങ്കിൽ കറക്റ്റ് ഫിറ്റ് ആയിട്ട് ഇരുന്നോളും, ടൈറ്റ് ആയിട്ട് ഇരുന്നോളും. അതാണ് ഫസ്റ്റ്. ദെൻ അടുത്തത് വരുന്നതെന്ന് പറഞ്ഞാൽ PVC കട്ട്ലറി ആണ്. അപ്പോൾ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞായിരുന്നു, ചെറിയ കട്ട്ലറിക്ക് പകരം 2 കട്ട്ലറിക്ക് പകരം ഇതുപോലത്തെ ഒരു PVC കട്ട്ലറി നമ്മൾ കൊടുത്താൽ മതി. അതായത് ഇതാണ് PVC കട്ട്ലറി. ഇത് നമുക്ക് എന്താ പറയാ, ഈ ഒരു വീട്ടിലേക്ക് വേണ്ട നൈഫ്, സ്പൂണ്, അത്യാവശ്യം എല്ലാം ഇതിനകത്ത് കൊണ്ടോളും. കാരണം ഇത്രയും വലിയൊരു ഡ്രോവേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് എടുത്ത് വാഷബിളും ആണ്. PVC ആകുമ്പോൾ മറ്റേ എന്താ പറയാ, സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുമ്പോഴത്തേക്ക് വയറും വരും, പിന്നെ അടിയിൽ ഷീറ്റും വരും. വയറൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വയറ് കട്ട്ലറി ട്രൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്പൂണൊക്കെ ചിലപ്പോൾ താഴത്തേക്ക് വീണ് താഴത്തെ ഡ്രോറുമായിട്ട് മുട്ടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ 2 നമ്മൾ സെക്കൻഡും തേർഡും കൊടുത്തിരിക്കുന്ന വെറുതെ പ്ലെയിൻ ഡ്രോവേഴ്സ് ആണ്. ഇതിൽ നമുക്ക് സ്പൈസസ് വെക്കാനായിട്ടും ഇതില് പാൻ ഐറ്റംസ്, മുട്ട വറക്കുന്നത്, ദോശക്കല്ല്, അതുപോലുള്ള സാധനങ്ങൾ വെക്കാനായിട്ടാണ് ഈ 3rd ഡ്രോവർ യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ 3 ഡ്രോവേഴ്സ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് വലിയ 2 ഡ്രോവേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ഈ കുക്കർ അതുപോലുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് വലിയ 2 ഡ്രോവേഴ്സ് കൊടുത്തിരിക്കുന്നത്. കുക്കർ, പോണി, അതുപോലുള്ള സാധനങ്ങൾ അത്യാവശ്യം ഹൈറ്റ് ഉള്ള ഡ്രോവേഴ്സ് ആണ്. അത് കഴിയുമ്പോൾ അടുത്തത് വരുന്നതെന്ന് പറഞ്ഞാൽ സിങ്കേരിയ ആണ്. സിങ്കേരിയയിൽ പൊതുവെ എല്ലാവരും ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ വേസ്റ്റ് ബിന്നും ആൻഡ് ഡിറ്റർജന്റ് ഹോൾഡറും ആണ്. ഈ ഡിറ്റർജന്റ് ഹോൾഡർ എന്ന് വെച്ചാൽ നമ്മളിപ്പോ പാത്രം കഴുകുന്ന സമയത്ത് അത്യാവശ്യം വേണ്ട സൊല്യൂഷൻസ്, അതായത് വിമ്മ് അതുപോലുള്ള സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ദെൻ അടുത്തെന്ന് പറഞ്ഞാൽ വേസ്റ്റ് ബിൻ ആണ്. അതായത് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് കറിവേപ്പില, മുളക്, അതുപോലുള്ള ഫുഡിന്റെ വേസ്റ്റ്, മീനിന്റെ മുള്ള്, അതുപോലുള്ളതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പാത്രം കഴിയുമ്പോൾ തന്നെ ആ പ്ലേറ്റ്സിൽ നിന്ന് എടുത്തിട്ട് ഇതിനകത്തേക്ക് ഇടാം. ഇതിന്റെ ഇൻസൈഡിലൊരു ബക്കറ്റ് ഉണ്ട്. ആ ബക്കറ്റ് നമുക്ക് ആ ബക്കറ്റിൽ എടുത്തിട്ട് അല്ല ബക്കറ്റിൽ ഒരു കൂടിയിട്ടിട്ടോ അതുകൊണ്ട് പുറത്ത് കളയുക. പിന്നെയും ഈ ബക്കറ്റ് ഇൻസൈഡിലേക്ക് വെക്കുക. അതിനുശേഷം ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഈ ഡോർ, അതായത് ഇത് ഓട്ടോ ലിഡ് എന്ന് പറഞ്ഞാൽ, അതായത് ഓട്ടോമാറ്റിക്കലി ഈ ഡോർ ക്ലോസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ടോപ്പ് വന്നിട്ട് ഇത് ക്ലോസ്ഡ് ആവും. അപ്പൊ ക്ലോസ്ഡ് ആവുന്ന സമയത്ത് നമുക്ക് സ്മെല്ല് പുറത്തേക്ക് വരില്ല. അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടി സൂം ചെയ്യണം. വേണ്ടോ, ആ ഡോർ വന്ന് ക്ലോസ്ഡ് ആവും. അപ്പൊ സ്മെല്ലൊന്നും വെളിയിലേക്ക് വരില്ല. ഈ സിങ്കിന്റെ ക്യാബിനറ്റിനകത്താണെങ്കിലും. പിന്നെ അടുത്ത വരുന്നതെന്ന് പറഞ്ഞാൽ
പ്ലേറ്റ് ട്രാക്ക് ആൻഡ് പ്ലെയിൻ ട്രാക്ക്. അപ്പോൾ നിങ്ങൾക്ക് പൊതുവെ ചിന്തിക്കാം ഇതെന്താ ഡോറ് തുറന്നതിന് ശേഷം പുള്ളി ചെയ്യുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നത്. അതായത് ഡോറ് തുറന്നിട്ട് പുള്ളി ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കാരണം ഇപ്പൊ പൊതുവെ എല്ലാവരും ഈ ആക്സസറീസിന്റെ ഫ്രണ്ടിലാണ് ഫേസ് പിടിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കെന്ന് വെച്ചാൽ ഇപ്പൊ ഉപയോഗിക്കുന്ന സെറാമിക് പ്ലേറ്റ്സിനൊക്കെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അപ്പൊ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ബാസ്ക്കറ്റ് താങ്ങാതെ വരുമ്പോഴത്തേക്ക് അത് കുറച്ചൊന്ന് ലാഗായി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ താഴത്തെ ഡ്രോവേഴ്സിലേക്ക് വന്ന് ഇത് തമ്മിൽ ഉരയാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. കാരണം ബാസ്ക്കറ്റ് ആകുമ്പോഴത്തേക്ക് ഒരു 10 പ്ലേറ്റ്സ് ഒക്കെ വെക്കുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ലാഗാൻ ചാൻസ് ഉള്ളതുകൊണ്ട് അടിയിൽ മുട്ടാനുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് നമ്മളിപ്പോ ഇവിടെ ഡോർ തുറന്നിട്ട് പുള്ളി ചെയ്തിട്ട് ഉള്ള രീതിയിൽ കൊടുത്തിരിക്കുന്നത്. അത് ഉപയോഗിച്ചിട്ട് ഇഷ്യൂ ഉള്ളവർക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. അതായത് ഇതുപോലെ ആക്സസറീസ് ഫിറ്റ് ചെയ്തിട്ട് പുള്ളി ചെയ്യുന്ന സമയത്ത് ഡ്രോവേഴ്സിൽ ഇങ്ങനെ തമ്മിൽ മുട്ടുന്നുണ്ട്, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇതൊരു നല്ലൊരു സൊല്യൂഷൻ ആണ്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ GTPT ആണ്. അതായത് പ്ലേറ്റ് ട്രേ, ഗ്ലാസ് ട്രേ, ഡ്രിപ്പ് ട്രേ. ഇത് മൂന്ന് ഐറ്റംസ് ആണ്. ഇത് ഒറ്റ സെറ്റ് ആയിട്ട് വരുന്നതാണ് നമുക്ക്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്താന്ന് വെച്ചാൽ നമ്മൾ പാത്രം കഴുകിയതിന് ശേഷം പ്ലേറ്റ് ഒക്കെ വെള്ളത്തോടെ തന്നെ എടുത്ത് ഇതിനകത്തേക്ക് വെക്കുവാണ്. അതുപോലെ വെള്ളത്തോടെ തന്നെ ഗ്ലാസ് എടുത്ത് വെക്കുവാണ്. അത് ഇതിന്റെ അടിയിലുള്ള ഡ്രിപ്പ് ട്രേയിൽ വന്ന് കളക്ട് ചെയ്ത് കിടന്നോളൂ. അതിനുശേഷം ഈ പ്ലേറ്റ്സ് നമ്മൾ ഡ്രൈ ആയതിനു ശേഷം ഒരു ക്ലോത്തിന് തുടച്ചിട്ട് ഈ താഴത്തെ ലെഫ്റ്റ് സൈഡില് പ്ലേറ്റ് ബാസ്ക്കറ്റിൽ വെക്കും. അപ്പോൾ ഞാൻ ഇന്നിപ്പോ നിങ്ങളെ പരിചയപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ ഒരു കിച്ചണിലാക്കി വേണ്ട ഒരു 7 ആക്സസറീസ് ആണ്. ഫസ്റ്റ് ഓയിൽ പുള്ളൗട്ട്, സെക്കൻഡ് കട്ട്ലറി ട്രേ, തേർഡ് വേസ്റ്റ് ബിൻ, ഫോർത്ത് ഡിറ്റർജന്റ് ഹോൾഡർ, ഫിഫ്ത്ത് പ്ലേറ്റ് ബാസ്ക്കറ്റ് ആൻഡ് പ്ലെയിൻ ബാസ്ക്കറ്റ്, പിന്നെ 7th GTPT. അങ്ങനെ 7 ആക്സസറീസ് ആണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അത് സത്യം പറഞ്ഞാൽ ഒരു കിച്ചണിനകത്തേക്ക് ഇത്രയും ആക്സസറീസ് ഒക്കെ മതി. പിന്നെ ഇവിടെ ഒരു പാൻട്രി യൂണിറ്റ് വെക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഒരു പാൻട്രി യൂണിറ്റും കൂടി കൊടുത്താൽ നല്ലതാവും. പിന്നെ ചില വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ട് സ്വിംഗ് കോർണർ കറോസിൽ. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരു എന്താ പറയാ സ്ഥിരം യൂസ് ചെയ്യണവർക്ക് അറിയാം, ഇതുകൊണ്ടൊന്നും വലിയ യൂസേജ് ഇല്ല. പിന്നെ ഒരു ഡിസ്പ്ലേ കിച്ചൺ ആണെങ്കിൽ നമുക്ക് പറയുന്ന ഇതുപോലുള്ള സിങ്ക് കോർണർ കറോസിൽ അതുപോലുള്ള സാധനങ്ങൾ വെക്കാം. പക്ഷെ അതിന്റെ ടോട്ടൽ കുറച്ച് വേസ്റ്റ് നമുക്ക് പോകുന്നുണ്ട്. പകരം ഇതുപോലുള്ള ഒരു സെൻട്രൽ പാർട്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗമില്ലാത്ത സാധനങ്ങൾ കോർണറിലേക്ക് ഡംപ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു കിച്ചണിലേക്ക് അത്യാവശ്യം വേണ്ട ഒരു 7 ആക്സസറീസ് ആണ്. ഇപ്പൊ ഞാൻ ചെയ്യാൻ തുടങ്ങിയ ഇന്റീരിയർ വർക്കിലെല്ലാം ഞാൻ പൊതുവെ കൊടുക്കുന്നത് 7 ആക്സസറീസ് ആണ്. അത് അത്യാവശ്യം ഉപകാരപ്രദമായിട്ടുള്ള ആക്സസറീസ് ആണ്. അപ്പോൾ നിങ്ങൾക്കും ഇത് വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അതായത് കിച്ചണിലേക്ക് വേണ്ട 7 ആക്സസറീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇവിടെ ഒരു ഡിസൈൻ ഫാക്ടർ എന്നുള്ള രീതിയിൽ ഇവിടെ ഒരു ചെറിയൊരു ഓപ്പൺ ബോക്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് എന്തെങ്കിലും ഭംഗിയുള്ള ഐറ്റംസ് വെക്കാനായിട്ടുള്ള രീതിയിൽ. അങ്ങനെ ഇതാണ് ഒരു WBCയിൽ ലാമിനേറ്റഡ് ഫിനിഷ് കിച്ചൺ ആണ്. അത് താഴത്തെ ഗ്ലോസിയും മേളിൽ മാറ്റും ആണ്. ക്ലയന്റിന്റെ റിക്വയർമെന്റ്സ് മാറ്റ് ഫിനിഷ് ആയിരുന്നു. ഞാനാണ് താഴെ ഗ്ലോസി വെച്ചാൽ കൊള്ളാം എന്നുള്ളൊരു ഒപ്പീനിയൻ ഞാൻ പറഞ്ഞത്. കാരണം നമ്മൾ ഈ കുക്ക് ചെയ്യുന്ന സമയത്തും പാത്രം കഴുകുന്ന സമയത്തും ഈ വെള്ളം ഒലിച്ചു വീഴാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് മാറ്റ് ഫിനിഷ് ആണെങ്കിൽ അത് പകുതിയൊക്കെ ആകുമ്പോഴത്തേക്കും ഉണങ്ങി പിടിക്കും. ഗ്ലോസി ആകുമ്പോൾ ഒലിച്ച് താഴത്തേക്ക് പൊക്കോളും. അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞ മാറ്റ് ഫിനിഷ് മതിയെന്ന്, ആ ഗ്ലോസി മതിയെന്ന്. ഞാൻ താഴെ ഗ്ലോസി മതി, മേളിൽ മാറ്റ് കൊടുക്കാന്നുള്ള രീതിയിൽ. അങ്ങനെയാണ് ഇവിടെ താഴെ ഗ്ലോസി മേളിൽ മാറ്റ് ഫിനിഷ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ നന്ദി, നമസ്കാരം. ഇനി എന്നെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.